ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിൽ പരസ്യ പ്രസ്താവന പാടില്ലെന്നൊക്കെ പറഞ്ഞതിന് ശേഷവും പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ ബോർഡുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കൊച്ചിയിലുണ്ട്, ഇന്നലെ മറുപടി ചോദ്യത്തിനും പ്രസക്തിയില്ല, മറുപടിയോട്ട് അർഹിക്കുന്നുമില്ല. നീ അത് സംബന്ധിച്ച് മറുപടി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കുക. ഞങ്ങളെ കമ്മിറ്റി നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു നിലപാട് താങ്കളടക്കം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ ആ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടെന്ന് മാത്രമല്ല, ഇന്നലെ വളരെ ധിക്കാരപൂർവ്വം അദ്ദേഹം മുഷാവറയിൽ കള്ളന്മാർക്കുള്ള പ്രതിഷേധം നടത്തുന്നത് വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷം ഒരു സുപ്രധാനമായ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളെടുത്ത പ്രമേയത്തിൻ്റെ കോപ്പിയാണ് നിങ്ങളെ കയ്യിലുള്ളത്. അതിനെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി കോൺട്രവേഴ്സിയലായ ക്വസ്റ്റ്യൻസ് വെറുതെ ചോദിച്ചാൽ അതിനൊന്നും ഞാൻ മറുപടി ഇന്ന് പറയില്ല. നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവായിട്ട് ചോദിക്കുന്നതല്ല, എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മറുപടി പറയില്ല. ആ വിഷയം അല്ലാതെ കേരളത്തിൽ അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് അതാണ് വേണ്ടാത്തത്. അതുകൊണ്ട് മറുപടി പറയുന്നില്ല. ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഒരു മിനിറ്റ് ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്, മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഫുൾ സ്റ്റോപ്പ്. വേറെ എന്തെങ്കിലും ചോദിക്കാം, സബ്ജക്റ്റ് ഒന്ന് മാറ്റിയാൽ ഞാൻ മറുപടി പറയാം. നിങ്ങൾ ഞാൻ പറയുക ഇതിനൊന്നും മറുപടി പറയില്ല. ഇതിനൊന്നും അര പോസിറ്റീവും ഇല്ല. കോൺട്രവേഴ്സിക്ക് വേണ്ടി മാത്രം ചോദിക്കുന്നതാണ്, അതിന് മറുപടി ഇല്ല. അതായാലും വലിയ കോൺട്രവേഴ്സിക്ക് വേണ്ടി ചോദിക്കുന്ന ഇതിന് ഇത്തരം വാർത്തകളിൽ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നുള്ളത് എൻ്റെ പ്രോബ്ലം അല്ല, അത് നിങ്ങളുടെ പ്രോബ്ലമാണ്. എന്ത് ചോദിച്ചാലും അതിന് മറുപടി ഞാൻ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് മനസ്സിലായി. അതിന് എനിക്ക് ആവശ്യമില്ലാത്ത സാധനം അതാണ്, അതുകൊണ്ട് അതിന് മറുപടി ഇല്ല. ഗൗരവമുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വല്ലോണ്ടി ചോദിക്കാം, പറയാം. വഖഫ് ഭേദഗതി ബില്ലിൽ പാർലമെൻറ്റിൽ ഞങ്ങളുടെ മെമ്പർമാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ അത് പാസ്സാവും എന്ന് കരുതുന്നില്ല. അതിലുള്ള പ്രക്ഷോഭം ഞങ്ങൾ തുടരും. കാരണം അത് വഖഫിൽ നേരിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ലീഗ് മാത്രമല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ മതേതര പാർട്ടികളും എല്ലാവരും അതിനെ എതിർക്കുകയാണ്. അതുകൊണ്ട് പാർലമെൻറ്റിൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൻ്റെ ഫലമാണ് ഇത്രയും വലിയ ഒരു റിസൾട്ട്. കോൺട്രവേഴ്സ്യലായിട്ടുള്ള എല്ലാ നിയമങ്ങളും, ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ബില്ല്, അതേപോലെ തന്നെ ഏക സിവിൽ കോഡ്, അതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് ഒക്കെ ഫലപ്രദമായി ചേർക്കാൻ മതേതര കക്ഷികൾക്ക് സാധിക്കുന്നുണ്ട്. അതിനെ കൂടെ തന്നെയാണ് ഇപ്പോൾ സംഭാലിലുണ്ടായ വിഷയം വെച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട്. IML കക്ഷി ചേർന്നിട്ടുണ്ട്. ആ കക്ഷി ചേർന്നതിലും പൗരത്വ നിയമത്തിൽ എന്ന പോലെ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും വളരെ ഫലപ്രദമായ രീതിയിൽ ഞങ്ങൾ ഇന്ത്യയിലെ മേജർ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ, ഇപ്പോൾ ഞങ്ങൾ മണിപ്പൂരിലെ വിഷയം പറഞ്ഞില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇന്ന് ചർച്ചയ്ക്ക് വിഷയമായി ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തു. എന്താ ഞാൻ മറുപടി പറയും? ആരെക്കൊണ്ടെങ്കിലും ഒന്ന് ഒട്ടിച്ചാൽ മതിയോ? എന്നാൽ ചോദ്യത്തിനുള്ള മരുന്നായല്ലോ.
നമ്മളെ നിങ്ങളുടെ നിലവാരം കുറയും, എൻ്റെ നിലവാരം കുറയും ഈ പണിക്ക് നിന്നാൽ. വിട്ടേക്ക് ഞാൻ നിങ്ങളെ നിലവാരം കുറയരുത്, എൻ്റെ നിലവാരം കുറയണ്ട. ഇതര ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നല്ലത്. ഇന്നലെ സ്റ്റാലിൻ പറഞ്ഞതുപോലെ രാജ്യത്താകമാനുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോഴും 2 സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്, 3 സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്നും ശക്തമായിട്ടുള്ള പാർട്ടി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.